നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാവ് എ നൈസ് ഡേയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്ന അതിഥി ഒരു പത്രപ്രവർത്തകനാണ്, അതിലുപരി ഒരു സിനിമാ നിരൂപകനാണ്. സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ ചന്ദ്രശേഖരൻ സാർ. സ്വാഗതം സാർ. സാർ, ഒരു പത്രപ്രവർത്തകൻ, അതിലുപരി ഒരു സിനിമാ നിരൂപകൻ. പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്നും സിനിമാ നിരൂപകനിലേക്ക് വരുമ്പോൾ എത്രമാത്രം ദൂരം താണ്ടേണ്ടി വരുന്നുണ്ട് അതിന്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാനിത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമെന്ന് തോന്നാറില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പത്രപ്രവർത്തനം അത് ഏത് മാധ്യമത്തിലാണെങ്കിലും അതൊരു അപ്ലൈഡ് റൈറ്റിംഗ് ആണ്. അതായത് ക്രിയേറ്റീവ് 100% ക്രിയേറ്റീവ് എന്ന് പറയാവുന്നതല്ല, ഒരു അപ്ലൈഡ് റൈറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. പക്ഷേ നിരൂപണം സ്വാഭാവികമായിട്ടും അത് സാഹിത്യമാണെങ്കിലും ശരി, സിനിമയാണെങ്കിലും ശരി, അതിനകത്തൊരു ക്രിയേറ്റിവിറ്റിയുടെ എലിമെൻ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ബോധ്യമാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ, പക്ഷേ അതേസമയം ഒരു പത്രപ്രവർത്തകനായതുകൊണ്ടാണ് എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ അത്തരം പഠനങ്ങളോ നിരൂപണങ്ങളോ നിരീക്ഷണങ്ങളോ എനിക്ക് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ, പ്രസിദ്ധീകരിക്കാനും കേൾപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. അതൊരു ഭാഗ്യമായിട്ട്, അത് ഈ ഒരു വിഷയം മാധ്യമപ്രവർത്തനമായതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സിനിമയിൽ സിനിമ ഡയറക്ഷൻ, പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എഡിറ്റിംഗ്, അങ്ങനെ പല വിഭാഗമുണ്ട്. പക്ഷേ ഈ നിരൂപകൻ എന്നുള്ള മേഖലയിലോട്ടുള്ള സാറിൻ്റെ എൻട്രൻസ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? വാസ്തവത്തിൽ സിനിമയുടെ ഒരു ഭാഗമാണോ നിരൂപണം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സാഹിത്യത്തിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ റോ മെറ്റീരിയൽ സിനിമയാണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സിനിമ നന്നായി കാണുക എന്നുള്ളതാണ് ഒരു നിരൂപണത്തിൻ്റെ, അല്ലെങ്കിൽ ആ സിനിമയെ വിലയിരുത്തുന്നതിൻ്റെ ഒരു ആദ്യമായി വേണ്ടത്, ഒരുപക്ഷെ അവസാനമായി വേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനൊരു വലിയ, അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്കൊരു വലിയ ഭാഗ്യം കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരു നവോത്ഥാനത്തിൻ്റെ, സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചലച്ചിത്ര സംഘടനകളുണ്ട്, സൊസൈറ്റികൾ. ചലച്ചിത്ര അല്ലാത്ത സംഘടനകളല്ല, ഞാൻ ഫിലിം സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെയുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ചും ബംഗാളിലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വേരോട്ടം ഉണ്ടായത്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, പഠിക്കുന്ന കാലത്ത് ചലച്ചിത്ര, സൂര്യ തുടങ്ങി തിരുവനന്തപുരത്ത് ജനിക്കാൻ കഴിഞ്ഞതും അത്തരം സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതും, അല്ലെ അവർ കാണിക്കുന്ന സിനിമകൾ കാണാൻ കഴിഞ്ഞതും ഒരുപക്ഷെ അതായിരിക്കണം അങ്ങനെ ഒരു ചലച്ചിത്ര നിരൂപണം എന്നുള്ളൊരു മേഖലയിലേക്ക് നമ്മളും ഇതുപോലെ സിനിമ സംവിധാനം, തിരക്കഥ എന്നൊക്കെ വായിച്ചും കേട്ടും അറിഞ്ഞതിൽ നിന്നുപരി ഇത്തരം സിനിമകൾ നമ്മൾ അതുവരെ കണ്ട് ചിരിച്ച സിനിമകളല്ല, അല്ലെങ്കിൽ അതിനപ്പുറവും സിനിമയുണ്ട് എന്ന് കാണുമ്പോൾ, അറിയുമ്പോൾ, അത് ആവർത്തിച്ച് കാണുമ്പോൾ, അന്നത്തെ കാലത്ത് യുഗോസ്ലോവിയ, ചൈന, ജപ്പാൻ, അതുപോലെ റഷ്യൻ കൾച്ചറൽ സെൻറ്റർ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, ഇസ്കസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെയൊക്കെ എല്ലാ ബുധനാഴ്ചയും ആഴ്ച 3 ദിവസം സിനിമകളുണ്ട്, റഷ്യൻ സിനിമകളുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ സിനിമകൾ, അത് റഷ്യൻ ക്ലാസിക്സ് ആണെന്ന് അറിയാതെയാണ് നമ്മൾ പോയി കാണുന്നത്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും അന്ന് കാണാമായിരുന്നു. റഷ്യൻ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ അനുബന്ധിച്ച് സൗജന്യമാണ്. അതിനടുത്താണ് ഞാൻ താമസിക്കുന്നത്, ജനിച്ചു വളർന്നത്. അപ്പം അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ട് നമ്മളിവിടെ മലയാളത്തിൽ കാണുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണുന്നതോ ആയിട്ടുള്ള നമ്മൾ ശീലിച്ചിരിക്കുന്ന കൊമേഴ്ഷ്യൽ സിനിമകൾ, മോശം എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ ആ കാണുന്ന സിനിമകൾക്ക് അപ്പുറം ഒരു സിനിമയുണ്ടെന്നും അല്ലാത്ത കുറേ, അപ്പോൾ സ്വാഭാവികമായി അങ്ങനത്തെ സിനിമകളെക്കുറിച്ച് എഴുതുന്നവരെ നമ്മൾ തേടിപ്പിടിച്ച് വായിക്കാൻ തുടങ്ങി. പ്രസിദ്ധീകരണങ്ങൾ, ഇപ്പോൾ കലാകൗമുദി ആയിരുന്നു, അന്ന് കലാകൗമുദിയുണ്ട്, മാതൃഭൂമിയുണ്ട്, അതിലൊക്കെ വളരെ ഗൗരവത്തോടുകൂടി എഴുതുന്ന സിനിമയെക്കുറിച്ചുള്ള കുറിപ്പുകൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചും കണ്ടും ഒരു പുതിയ അവബോധം ഒരുപക്ഷെ അബോധമായിട്ട് എന്നിൽ ഉണ്ടാവുകയും അങ്ങനെയാണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച്. അപ്പം അന്ന് ഒരുപക്ഷെ എഴുത്തൊക്കെ തുടങ്ങുന്നതിന് മുമ്പും ഇതുപോലെ സിനിമയെക്കുറിച്ച് കുറിപ്പുകൾ എഴുതുകയും ഞാൻ തന്നെ വായിക്കുകയും ഞാൻ തന്നെ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടായിരിക്കണം ഒരുപക്ഷെ സിനിമയെ ഗൗരവപൂർവ്വം കാണാം. അപ്പോൾ കാഴ്ചയെ തേച്ച് മിനുക്കി നല്ലവണ്ണം കാണാൻ ശീലിക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പം എപ്പോഴും അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നത്, ഞാൻ നല്ലൊരു കാഴ്ചക്കാരനാണ് സിനിമയുടെ. ശരിക്കും ഒരു നിരൂപകൻ എന്ന് പറഞ്ഞാൽ ക്യാമറ കണ്ണുകളെക്കാട്ട് തീക്ഷ്ണമായിരിക്കണം അയാളുടെ കണ്ണുകൾ എന്നാണ്. ക്യാമറ ഇപ്പം പേനയേക്കാൾ, അല്ലെങ്കിൽ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നല്ലേ നമ്മൾ നിരൂപണത്തെക്കുറിച്ച് പറയുക. വരികൾക്കിടയിൽ വായിക്കുക എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൻ്റെ ഒരു എലിമെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഷോട്ടുകൾക്കിടയിൽ, അല്ലെങ്കിൽ അങ്ങനെ ദൃശ്യങ്ങൾക്കിടയിൽ വായിക്കുക. അപ്പം ആ ദൃശ്യത്തിനുള്ള എല്ലാ മീനിങ്ങും ഒന്നും മീനിങ് ഫുൾ അല്ലാതെ ആവുന്നില്ല കാഴ്ചയിലോ എഴുത്തിലോ വായനയിലോ കേൾവിയിലോ. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു സംഭാഷണത്തിൽ പോലും ഒരു മൂളലിന് പല അർത്ഥങ്ങളുണ്ടാവാം, അല്ലേ? ഇപ്പം തിലകൻ്റെയൊക്കെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മൂളലിന് പല അർത്ഥങ്ങൾ കാണും. ഒരു ഭീഷണി ഉണ്ടാവാം, ഒരു സാന്ത്വനം ഉണ്ടാവാം, ഒരു ശൃംഗാരം ഉണ്ടാവാം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്?
നമുക്കതിൻ്റെ ആ ഇൻറ്റൊണേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുകയും അതിൽ നിന്ന് നമ്മൾ ആ മീനിങ് അപ്പം നമുക്കത് അറിയാവുന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു ദൃശ്യത്തിന് അതുപോലെ പല മാനങ്ങളുണ്ട്. ഒരു സിനിമയിൽ ഒരു വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ദൃശ്യമായിരിക്കാം, പക്ഷെ ആ ദൃശ്യം അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പത്തെയും പിൻപത്തെയും ദൃശ്യങ്ങളായിട്ട് കോറിലേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പുതിയ മീനിങ് വരുന്നു. അതാണ് സിനിമയുടെ അടിസ്ഥാനം തന്നെ. കാരണം എഡിറ്റിംഗ് എന്ന് പറയുന്നതാണ്, എഡിറ്റിങ്ങിന്റെ കലാരൂപമാണ് സിനിമ. സ്ഥലകാലങ്ങളെ ഏകോപിപ്പിക്കുകയും വിഘടിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന, പുനർയോജിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കലയാണ്. ജഗ്ലറി നമ്മൾ സ്ഥലകാലങ്ങളെ കൊണ്ട് അമ്മാനമാടുന്ന, അതാണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ തിയറിയുടെ ബേസിസ്. അപ്പൊ അത്തരം ദൃശ്യങ്ങൾ ഉണ്ടാക്കുന്ന അമിതമായ അല്ലെ വേറൊരു മാനം, വേറൊരു അതിമാധ്യമം എന്ന് പറയും സിനിമയെ, മെറ്റാ മീഡിയ എന്ന് പറയും. അപ്പൊ ആ ഒരു രീതിയിൽ അതുണ്ടാക്കുന്ന മാനങ്ങൾ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഇത്, ആൾക്കാർക്ക് അതിനെ ഏതൊക്കെ വിധത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാം, അതിന്റെ പൊളിറ്റിക്സ്, അതിന്റെ സോഷ്യോളജി, അങ്ങനെ ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ ആ രീതി സിനിമയെ കാണുമ്പോൾ അത് ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ലെൻസിന് പുറത്താണ്, ലെൻസിനും അപ്പുറമാണ്. അപ്പൊ അത് കണ്ടെത്താൻ പറ്റുക അങ്ങനെ എല്ലാ സിനിമയും, അതായത് ഇപ്പം അതിനകത്ത് പിന്നെ കൊമേഴ്ഷ്യൽ സിനിമ, സമാന്തര സിനിമ അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമ, ചീത്ത സിനിമ, രണ്ടേ വേർതിരിവേ ഉള്ളൂ. അപ്പൊ അതിൽ എല്ലാ സിനിമയിലും നമുക്ക് ഈ എലിമെന്റ്സ്, ഈ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾ കാണുന്നത്, നമുക്ക് കിട്ടുന്ന അതിൽ ഓബിയസ്ലി ഇപ്പം നല്ല സിനിമ, നമ്മൾ ഈ വളരെ നല്ല സിനിമ, മാസ്റ്റേഴ്സിന്റെ സിനിമയിൽ അത് കുറച്ച് കൂടുതൽ കാണും. നമ്മൾ ഒരുപക്ഷെ കാണുന്നതിനേക്കാളും കാണാൻ ശ്രമിക്കുന്നതിനേക്കാളും ഒരു ഓവർ ടോൺ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നമ്മളിലേക്ക് തരാൻ അവർക്കുണ്ടാവും. അപ്പോൾ അത് നമ്മളെ ഒന്നുകൂടി എന്താ പറയുന്നത്, ഒരു കോൾമേർ വിളിക്കും. അത്തരം ഒരു സിനിമ ഒരു സാധാരണ പ്രേക്ഷകൻ കാണുമ്പോഴും ഒരു നിരൂപകൻ കാണുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം, സത്യം പറഞ്ഞ സാധാരണ പ്രേക്ഷകൻ തന്നെയാണ്, അടിസ്ഥാനപരമായി പ്രേക്ഷകനാണ് നിരൂപകൻ. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രേക്ഷകൻ കാണുമ്പോൾ സ്വാഭാവികമായും അതിന്റെ അത് തരുന്ന രസികത്വം, രസന എന്ന് പറയുന്ന മാത്രമേ ഒരു പക്ഷെ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഒരു അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ഇപ്പം ചില ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നു, അത് സാധാരണ പ്രേക്ഷകൻ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴും അത് നമ്മുടെ മനസ്സിലൊരു വേദനയായി നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു ഒഴിയാബാധയായിട്ട്, ഒരു ഹോണ്ടിങ് ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. സ്വാഭാവികമായി അവരിലൊരു മനസ്സുള്ളതുകൊണ്ടാണ്. പക്ഷെ ഈ നിരൂപകനെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപക്ഷെ അയാൾ ആലോചിക്കുക എന്തുകൊണ്ടത് ഹോണ്ടിങ് ആവുന്നു. അതാണ് അതിന്റെ പോയിന്റ്. ഇപ്പം ഒരു സാധാരണ പ്രേക്ഷകൻ അത് ഹോണ്ടിങ് ആവുന്നു, അല്ലെ അയാളെ ഹോണ്ട് ചെയ്യുന്നു, എന്തുകൊണ്ട്, എന്താണ് അതിനകത്ത് ആ ഹോണ്ട് ചെയ്യുന്ന എലിമെന്റ്, അത് നമുക്കിതിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്, അതിനൊരു സോഷ്യോളജി ഉണ്ട്, അതിനൊരു സൈക്കോളജി ഉണ്ട്. അതെന്താണ്? അപ്പൊ അതിനെ നമുക്ക് ചിലപ്പോൾ ഒരു പ്രസ്ഥാനമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സംസ്കാരവുമായി കോറിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അതൊരു കൾച്ചറൽ സ്റ്റഡി ആയിട്ട് മാറും. അതാണ് ശരിക്കും നിരൂപകൻ എന്നുള്ള രീതിയിൽ പ്രേക്ഷകനിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാവുക.